മാസി ക്ലോത്ത് മാർട്ട്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. പോരൂരിലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലും കയ്യാങ്കളി. വണ്ടൂർ ബ്ലോക്കിലെ കയ്യാങ്കളിക്ക് പോരൂരിൽ യൂത്ത് കോൺഗ്രസ് പകരം വീട്ടി. ചർച്ച തുടങ്ങും മുമ്പേ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ നിയോജകമണ്ഡലം സെക്രട്ടറി സി ഷബീർ എണീറ്റ് ചോദ്യം ഉന്നയിച്ചതോടെയാണ് കളി കാര്യമായത്. ഈ വർക്കിംഗ് ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? പ്രശ്നം നിങ്ങൾ ഈ പഞ്ചായത്ത് ഭരണ ഇവിടെ അധികാരത്തിൽ വന്നിട്ട് ഇന്നവരെ ഒരാൾക്ക് വീട് കൊടുത്ത ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു വീട് റിപ്പയറിംഗിന് ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടോ? ഇത്രയും വരൾച്ച ഈ പോരൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കിണർ റിപ്പയറിംഗിന് ഫണ്ടുകൾ വെച്ചിട്ടുണ്ടോ? ഇതെന്തിനായി വർക്കിംഗ് ഗ്രൂപ്പ് എന്തിനാണ്? അതിന്റെ മറുപടി പറയേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാ. നല്ല നല്ല പദ്ധതികൾ വേണമെന്നില്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. നല്ല നല്ല പദ്ധതികൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തന്നതുമാണ്. പക്ഷെ എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ ഒരു അട്ടം നോക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി മാത്രമായിട്ടാണ് പോവുക ഈ പഞ്ചായത്തിൽ? ഇത് ശരിയാണോ അവസന്റെ? അല്ല ഇതിന് പോരൂർ ഗ്രാമപഞ്ചായത്ത് 2017-18 വാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളുടെ രണ്ടാമത് പൊതുയോഗമാണ് തുടക്കത്തിലെ കയ്യാങ്കളിയിലേക്ക് എത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് മെമ്പർമാരും ഹാളിന് പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി.
SC ജനറൽ വിഭാഗത്തിന് വീട് കൊടുത്തിട്ടില്ല, വറ്റിയ പഞ്ചായത്ത് കിണറുകൾ റിപ്പയർ ചെയ്യാൻ ഫണ്ട് വെച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാനായി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ തങ്ങൾ ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ അന്വേഷിച്ചതെന്നും സി ഷബീർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്കുള്ള കക്കൂസ് ഇന്നേ വരെ 1.5 വർഷമായിട്ടും ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ആർക്കും കൊടുത്തിട്ടില്ല, അതിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇതുപോലത്തെ പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി മുന്നോട്ട് പോയപ്പോൾ ഇന്ന് പോരൂർ പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുകയായിരുന്നു. അതിൽ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളായ ഞങ്ങൾ അവിടെ വരികയും ജനാധിപത്യത്തിന്റെ രീതിയിൽ അവിടുത്തെ ആളുകളായിരിക്കുന്ന ഞങ്ങളൊക്കെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ പഞ്ചായത്ത് ഭരണസമിതി 1.5 വർഷമായിട്ട് അധികാരത്തിൽ വന്നിട്ട് ഈ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ വീട് റിപ്പയറിങ്ങിനും അതുപോലെ തന്നെ വീടുകൾക്കും അതുപോലെ തന്നെ കിണർ റിപ്പയറിങ്ങിനൊന്നും ഫണ്ട് അനുവദിക്കാത്ത സംവിധാനം ഉണ്ടായപ്പോൾ, അതുപോലെ തന്നെ തെരുവ് വിളക്കുകൾ കത്തിക്കാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു. ജനാധിപത്യ രീതിയിലാണ് ഞങ്ങളത് ചോദിച്ചത്. കോൺഗ്രസിൽപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഹാളിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതോടെ വൈസ് പ്രസിഡന്റ് കണ്ണിയൻ അബ്ദുൽ കരീം പ്രസിഡന്റ് NS അർച്ചനയെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് ഈ കൺസർവേ. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ ആളുകൾ വന്ന് കയറി ഈ വർണ്ണത്തിന് ശരിയല്ല. നമുക്ക് ഇതിനെല്ലാ മേഖലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പ്രതികളെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കർമ്മസമിതി രൂപീകരിച്ചുള്ളത്. അവർക്കൊക്കെ എല്ലാ കർമ്മസമിതികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും 2-3 പ്രതികളുണ്ട്. അപ്പൊ ഓരോ കർമ്മസമിതിയും ഉരുത്തിരിയുന്ന തീരുമാനങ്ങളാണ് നമ്മളെ ഈ കർമ്മസമിതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊണ്ട് അവർ നമ്മൾ വരും ദിവസങ്ങൾ മുന്നോട്ട് പോകാം. നമ്മൾക്ക് ഇന്ന് കർമ്മസമിതി യോഗത്തിൽ അത് നടത്തിക്കൊണ്ട് പോകേണ്ടതുള്ളതുകൊണ്ടും 24 വികസനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മളെ മുന്നിൽ ചർച്ചയല്ല. നമ്മളെ പഞ്ചായത്തിന്റെ നല്ല കാഴ്ചപ്പാടിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് അവരെ ക്ഷണിക്കുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ച 4 മിഷനുകളായ ആദരം ലൈഫ്, വിദ്യാഭ്യാസ യജ്ഞം, കേരള മിഷൻ എന്നീ പദ്ധതികൾ കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ അവസ്ഥയിൽ വ്യക്തിഗത ആനുകൂല്യങ്ങളും പശ്ചാത്തല മേഖലയ്ക്കുള്ള ആനുപാതികമായ തുക വിലയിരുത്തേണ്ടതുണ്ട്. ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും ഉയർന്നു വരേണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് ബാലസൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി അടുത്ത യോഗങ്ങളിൽ കുട്ടികളിൽ നിന്നുള്ള കുട്ടികളും നമ്മുടെ യോഗങ്ങളിലേക്ക് ഉണ്ടാവുന്നതാണ്. ഏതായാലും വളരെ നല്ലൊരു ചർച്ചയും നിർദ്ദേശങ്ങളും ഉയർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി. ചുരുക്കത്തിൽ ബ്ലോക്കിൽ ഡിവൈഎഫ്ഐക്കാർ ചെയ്തതിന് പോരൂരിൽ യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കുകയായിരുന്നു എന്ന് വ്യക്തം. വണ്ടൂർ വിഷൻ ന്യൂസ്, പോരൂർ.